തന്നെ അവരെ വളരെ സമയമെടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം താൻ സ്കോട്ട്ലൻഡിലായിരുന്നു എന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കാരണം തൻ്റെ ഒരു മാനസിക നിലയ്ക്ക് ഒന്ന് മാറ്റാനും മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാനും ഒക്കെ ആയിട്ട് അവർ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് 2 മാസത്തോളം താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ടത് മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിജീവിത പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്, തന്നെ ശത്രുവായി കാണുന്ന ആളും നടൻ ദിലീപാണ് എന്നുള്ളതാണ്. കാരണം സിനിമാ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്, ഏക ശത്രു ദിലീപാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ ആക്രമിച്ച ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇതിന് പിന്നിൽ ദിലീപായിരുന്നു എന്നതിന് വ്യക്തമായ അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ഈ ആക്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യം പിന്നീട് സഹോദരൻ